എക്സാം സീസൺ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എക്സാം ടൈമിൽ കിട്ടുന്ന ഈ കുറഞ്ഞ സമയം നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കിയാലോ? അപ്പൊ നമ്മൾ സ്കൂളിൽ ഒരു കാര്യം പഠിച്ചു, അത് വീട്ടിൽ വന്ന് വീണ്ടും ഒന്നേന്ന് മുതൽ റിവൈസ് ചെയ്ത് പഠിക്കുക, ഫുള്ള് വീണ്ടും ആ ടോപ്പിക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല അല്ലേ? കാരണം നമുക്ക് ഒത്തിരി ടൈമൊന്നും ഇപ്പൊ പഠിക്കാനായിട്ടില്ല, കാരണം എക്സാംസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഓരോ ക്ലാസ്സിലും വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫോക്കസ് ആയിട്ടിരിക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും ഫോക്കസ് ആയിട്ട് അവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, അവിടുന്ന് കണ്ടും കേട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു 50-60% നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ തന്നെ പഠിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഒന്നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കൂൾ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമല്ല, കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി 50-60% അവിടെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല കൂളായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈമാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു 90-95% കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓൺലൈൻ ക്ലാസ്സസ് വഴിയായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സസ് വഴിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആ ഒരു ടോപ്പിക്കിന്റെ 90-95% കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പഠിച്ചെടുക്കാം. അതിനുശേഷം പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതാണ് നമ്മുടെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഒരു സെൽഫ് സ്റ്റഡി നടത്തുക എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഡെയിലി ടാർഗറ്റ് വെച്ച് ഇന്ന ടോപ്പിക് ഇന്ന ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ സമയവും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് നല്ലതുപോലെ യൂസ് ചെയ്യാനും പറ്റും. ആൻഡ് നമ്മുടെ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഇനഫ് ടൈം നിങ്ങളുടെ കയ്യിൽ കിട്ടും.